അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിക്കാറുണ്ട്. എത്രത്തോളം വലിയ അക്രമം! കാരണം മറ്റുള്ളവരോട് അക്രമം പ്രവർത്തിക്കുമ്പോൾ അവരാണ് അത് അനുഭവിക്കാനുള്ളത്. അത് പാടുണ്ടെന്നൊന്നുമല്ല പറയുന്നത്, മറിച്ച് അതിൽ നിന്ന് മാറി സ്വന്തത്തെ ഉപദ്രവിക്കുന്നവർ എത്രത്തോളം വിഡ്ഢികളായിരിക്കും. സ്വന്തത്തെക്കുറിച്ച് മതിപ്പ് കുറഞ്ഞ രൂപത്തിൽ ചിന്തിക്കുക, തൻ്റേതായ കഴിവുകേടുകൾ പർവ്വതീകരിക്കുക, മറ്റുള്ളവരുടെ വിജയങ്ങൾ അവരുടെ കഴിവുകളുടെ അടിസ്ഥാനത്തിലാണ്, ആ വിജയങ്ങൾ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിക്കുക, ഉള്ള കഴിവിൽ അഭിമാനിക്കാതിരിക്കുക, അതിനെ കുറച്ച് കാണുക, മറ്റുള്ളവരോട് സ്വന്തത്തെ താരതമ്യം ചെയ്യുക. ഇവർക്കൊക്കെ നെഗറ്റീവ് സെൽഫ് ടോക്ക് വന്നുകൊണ്ടേയിരിക്കും. അതിൽ നിന്ന് മാറണമെങ്കിൽ കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ചും ഉള്ള കഴിവിനെക്കുറിച്ചും കൃത്യമായ ധാരണയും നന്ദിയും ആവശ്യമാണ്. ചുറ്റുമുള്ളവരിലേക്ക് നോക്കുമ്പോൾ എല്ലാവരും വ്യത്യസ്തമാണെങ്കിൽ നമ്മളും വ്യത്യസ്തരാണ് എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് ഇത്തരം ആളുകൾ എത്തേണ്ടതുണ്ട്. നെഗറ്റീവ് സെൽഫ് ടോക്ക് ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും. അതിന് എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ ചിന്തിക്കേണ്ടതില്ല എന്ന് നമ്മൾ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. റീഫ്രെയിം ചെയ്യുക നമ്മുടെ ചിന്തകളെ എന്നതാണ് ഇതിനുള്ള പരിഹാരം. എനിക്കത് ചെയ്യാൻ കഴിയും, എനിക്കും ചില ഗുണങ്ങളൊക്കെ ഉണ്ട്, എൻ്റെ പല ഗുണങ്ങളും എനിക്ക് മാത്രമുള്ളതാണ്, വേറെ ആർക്കും അത് കാണാനില്ല എന്ന് പറഞ്ഞ് അഹങ്കരിക്കാനല്ല, മറിച്ച് താഴ്ന്ന് കിടക്കുന്ന സ്ഥലത്തു നിന്നൊന്ന് എഴുന്നേറ്റ് നിൽക്കാനുള്ള ചിന്തകൾ. കൂടിപ്പോയാൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഭാഗത്തുനിന്ന് പറന്നു പോകുന്നൊരവസ്ഥ ഉണ്ടാകും, അപ്പോൾ അപകടമാകും. അതിൽ നിന്ന് മാറി നമ്മൾ മറ്റുള്ളവരെ താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ഗുണങ്ങൾ അവർക്കില്ല എന്ന് ചെറുതായ രൂപത്തിൽ വിചാരിക്കുന്നിടത്തേക്ക് എത്തുക. വലുതായി വിചാരിച്ചാൽ വേറെ രൂപത്തിലേക്ക് എത്തും. അപ്പോൾ ഒരു മിതമായ രൂപത്തിൽ നമ്മുടെ കഴിവുകളെ കൃത്യമായി അംഗീകരിക്കുകയും സ്വന്തത്തെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുകയും മുന്നോട്ട് പോകുമ്പോൾ പ്രതീക്ഷയുണ്ട്, ശുഭമാണ് സംഭവിക്കാൻ പോവുക എന്ന് ചിന്തിക്കുകയും അതിലാഹ്ലാദിക്കുകയും അതിനെ പ്രതീക്ഷിക്കുകയും അതിലേക്കെത്താനുള്ള പ്രയത്നങ്ങളെ ജീവിതത്തിലേക്ക് എടുത്തു വെക്കുകയും ചെയ്യണം. അങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, നെഗറ്റീവ് സെൽഫ് ടോക്കുകളെ അവോയ്ഡ് ചെയ്യാൻ പറ്റുക. അങ്ങനെ അവോയ്ഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ വളരെയധികം ടെൻഷൻ ആവുകയും മറ്റുള്ളവരോടൊപ്പം എത്താനുള്ള ആത്മവിശ്വാസം കുറഞ്ഞു പോവുകയും മറ്റുള്ളവർ നമ്മുടെ മുമ്പിൽ കിടക്കുമ്പോൾ അവരോട് അസൂയ വന്നു ചേരുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതിലെന്താണ് പരിഹാരം? രാവിലെ ഒരു 10 അനുഗ്രഹങ്ങൾ ആലോചിക്കുക, ഇതുവരെയുള്ള കിട്ടിയ നേട്ടങ്ങളെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുക. കോട്ടങ്ങൾ എല്ലാവർക്കും സംഭവിക്കും, എല്ലാവർക്കും എല്ലാ കഴിവും നിലനിൽക്കുന്നില്ല എന്ന് ചിന്തിക്കുക. വലിയ കഴിവുള്ള ആളെന്ന് നമ്മൾ വിചാരിക്കുന്ന ആളെ ആദരിക്കുന്നതോടൊപ്പം അയാൾക്കും ചില കഴിവുകേടുകളുണ്ടെന്ന് ചിന്തിക്കുക. നമ്മുടെ കഴിവുകേടുകളെ ചിന്തിക്കുന്നതിനോടൊപ്പം ആ കഴിവുകേട് പരിപോഷിപ്പിക്കുവാനും ഉള്ള കഴിവുകളെ തിരിച്ചറിഞ്ഞ് നിലനിർത്താനും നമുക്ക് സാധിക്കണം. അങ്ങനെയാണ് ഇത് പരിഹരിക്കാൻ പറ്റുക. ആ രൂപത്തിൽ പരിഹരിക്കുന്ന ആളുകളിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.